എന്താ നിരഞ്ജൻ, സുഖല്ലേ? സർ, എല്ലാവരും എത്തിയോ? വെയിറ്റിംഗ് ആണ് സർ. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇരിക്കൂ. എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ കടന്ന ശേഷം നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുന്നത് 4ാമത്തെ തവണയാണ്. ഓക്കെ, ലെറ്റ് us start. പത്രസമ്മേളനത്തിന്റെ എണ്ണം ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് ജനങ്ങളോട് നൽകിയ വാഗ്ദാനത്തിന്റെ കാര്യവും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എന്താ ശേഖരപിള്ളേ, ജനങ്ങൾ മുഴുവനും അംഗീകരിച്ചിട്ടും പൊതുജന ജിഹ്വയായ ശേഖരപിള്ളയുടെ പത്രത്തിന് മാത്രം ഞങ്ങളെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്? നിങ്ങൾ എന്നും കീറാമുട്ടി ചോദ്യങ്ങളുമായി മാത്രമേ വരുള്ളൂ എന്ന് വല്ല പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? മന്ത്രിയിൽ നിന്നും ചോദ്യത്തിനുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. പറയാം. കുത്തുവിട്ടുപോയ ഒരു പുസ്തകം പോലെയാണ് സംസ്ഥാനത്തെ ഭരണം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അതൊന്ന് ചിട്ടയായി അടുക്കി വെച്ച് തുന്നിച്ചേർക്കാനുള്ള സമയമേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും തെറ്റ് തിരുത്തലുകളും മാറ്റി എഴുതലുകളും ആരംഭിച്ചു കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, ഒന്ന് ചോദിച്ചോട്ടെ സർ. സംസ്ഥാനത്തെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റിയായ കൊച്ചിയിൽ വികസനത്തോടൊപ്പം അധോലോക രാജാക്കന്മാരുടെ ഗുണ്ടാരാജ്യം വളർന്നു കഴിഞ്ഞു എന്നുള്ള സത്യം നിഷേധിക്കാനാവാത്ത ഒന്നാണ്. ഗുണ്ട ആക്ട് എടുത്തു കളഞ്ഞവർക്കൊക്കെ ഓശാന പാടാനാണോ സർക്കാരിന്റെ തീരുമാനം? എന്താ പേര്? നാദിറ ഹസൻ, ജനതാ TV. കുട്ടി, ഞങ്ങൾ സമാന്തര സർക്കാരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇവരെ ഒതുക്കാൻ ഗുണ്ട ആക്ടിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ സർക്കാരിനുണ്ട്. സമാന്തര സർക്കാർ എന്നുള്ള അങ്ങയുടെ പരാമർശം ബഡാ ദോസ്തിനെ കുറിച്ചാണ്? ബഡാ ദോസ്തായാലും ചോട്ടാ ദോസ്തായാലും ഇനി അവരുടെ ഭരണം ഇവിടെ അനുവദിക്കില്ല. ബഡാ ദോസ്തിനെ അധോലോക രാജാവെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റൂ സർ? സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ചെയ്യുന്നതിനൊക്കെ നല്ല കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. അത് ശരിയാണ് സർ. അമ്മ അനാഥ മന്ദിരവും വൃദ്ധസദനങ്ങളും സമൂഹം ഉപേക്ഷിച്ച മാനസിക രോഗികൾക്ക് വേണ്ടി മനസ്സെന്ന മാനസികാരോഗ്യ കേന്ദ്രവും ബഡാ ദോസ്തിന്റെ ധർമ്മസ്ഥാപനങ്ങളാണ്. ഒരു ഗ്രാൻഡും സംഭാവനയും ഒന്നും പിരിക്കാത്ത ജനസേവന കേന്ദ്രങ്ങൾ. ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ മറവിൽ കോടികളുടെ കള്ളക്കടത്തും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. എങ്കിലതൊക്കെ എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല സാർ? സ്വന്തം നിയമവും നീതിയും വിധിയും നടപ്പാക്കുന്ന ബഡാ ദോസ്തുമാരെ സർക്കാർ ഭയക്കുന്നുണ്ടോ? ചോദ്യത്തിന്റെ ദ്വയാർത്ഥം എനിക്ക് മനസ്സിലായി. അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ഒന്ന് ഞാൻ വ്യക്തമാക്കാം. ഒരു ശുദ്ധികലശത്തിലുള്ള യാഗാഗ്നി ഒരുങ്ങിക്കഴിഞ്ഞു. ഏറെ താമസിയാതെ ഇത്തരം കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ തീയിലെറിയപ്പെടും. വരും നാളുകളിൽ നിങ്ങൾക്കത് നേരിട്ട് കാണാം. കണ്ണും കാതും തുറന്നിരുന്നോളൂ. ആരംഭിക്കുകയാണ് ഒരു ധർമ്മയുദ്ധം.